ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമായ എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗപ്പെട്ടേക്കാവുന്ന ചെറിയൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മൾ പ്രധാനമായും നമ്മുടെ വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ് വണ്ടിയിലെ ആക്സിലറേറ്റർ കേബിൾ. ആക്സിലറേറ്റർ കേബിൾ ഡാമേജ് ആയി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുമായി വഴിയിൽ പെട്ടുപോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആക്സിലേറ്റർ തിരിക്കുന്ന സമയത്ത് പതിവില്ലാത്ത പോലെ ടൈറ്റ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ആക്സിലേറ്റർ കേബിൾ ഡാമേജ് ആകുന്നതിന്റെ ലക്ഷണമാണ്. പ്രധാനമായിട്ടും ആക്സിലേറ്റർ കേബിളിനകത്തെ കമ്പിയിൽ റസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് ടൈറ്റ് വരുന്നതും കേബിൾ പെട്ടെന്ന് തന്നെ പൊട്ടുന്നതിനും കാരണമാകുന്നത്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ 1000 കിലോമീറ്റർ കഴിയുമ്പോഴും ആക്സിലേറ്റർ കേബിൾ ലൂബ്രിക്കേഷൻ ചെയ്യണമെന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഓരോ 1000 കിലോമീറ്ററിലും നമുക്ക് ലൂബ്രിക്കേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എല്ലാ സർവീസിലും ലൂബ്രിക്കേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആക്സിലേറ്റർ കേബിളിന്റെ ലൈഫ് കൂട്ടുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അഥവാ നിങ്ങളുടെ വണ്ടിയിലെ ആക്സിലേറ്റർ കേബിൾ ഡാമേജ് ആയ അവസ്ഥയിലാണെങ്കിൽ അത് വെച്ച് വണ്ടി പിന്നും ഓടാതിരിക്കുക. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ കേബിൾ എന്തായാലും എവിടെ വെച്ചെങ്കിലും പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി സർവീസിന് കൊടുക്കുന്ന സമയങ്ങളിൽ ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്ത് ഡാമേജ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാനും കേബിൾ ലൂബ്രിക്കേഷൻ ചെയ്യുവാനും പ്രത്യേകം പറയേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു ആക്സിലേറ്റർ കേബിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പാതിയോളം പൊട്ടിയിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടി ഇത് ഉപയോഗിച്ച് വണ്ടി ഓടിച്ചിരുന്നുവെങ്കിൽ ഇത് മൊത്തമായിട്ട് തന്നെ പൊട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ലൂബ് ചെയ്ത് കൊടുക്കേണ്ടതും ചെക്ക് ചെയ്യിപ്പിച്ച് ഡാമേജ് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.